ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു 2.1 ആംപ്ലിഫയർ ബോർഡ്, ക്ലാസ് ഡി ബോർഡാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണ്, ഇതിൻ്റെ കൂടെ എന്തൊക്കെ ഐറ്റംസാണ് ഇതിൻ്റെ പാക്കേജിൽ വരുന്നത്, എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള വീഡിയോ ആണിത്. ഇതാണ് നമ്മുടെ 2.1 ആംപ്ലിഫയർ ബോർഡ്. ഇതിൽ ഫസ്റ്റ് തന്നെ പറയാനുള്ളത്, ഇതിൽ 2.1 ആംപ്ലിഫയർ ബോർഡ് വിത്ത് അതിൻ്റെ ഫിൽട്രേഷൻ സ്റ്റേജ്. ഇതിൽ നോക്കിയാൽ കാണാം ഫ്രീക്വൻസി, സബ് വൂഫർ, വോളിയം, ട്രബിള്, ബാസ്, മാസ്റ്റർ വോളിയം അടക്കം കറക്റ്റായിട്ട് വരുന്നൊരു 2.1 ആംപ്ലിഫയർ ബോർഡാണിത്. പിന്നെ ഈ ഒരു സെക്ഷനിലാണ് അതിൻ്റെ സബ് വൂഫർ, 2 ചാനൽ സ്പീക്കറൊക്കെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നത്. ഒരു പവർ സോക്കറ്റ് വരുന്നുണ്ട്, നമുക്ക് കമ്പ്യൂട്ടറിൻ്റെയൊക്കെ കോഡ് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പവർ സോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടൊരു ഓക്സിൻ്റെ ഇൻപുട്ട് വരുന്നുണ്ട്, ഓക്സ് കണക്ട് ചെയ്യാനുള്ള. ബ്ലൂടൂത്ത് ഇൻബിൽട്ടാണ് ഇതിൽ, ബ്ലൂടൂത്ത് വേർഷൻ 5, 10 മീറ്റർ വരെ ഡിസ്റ്റൻസ് കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. ഇതിലൊരു ഹീറ്റ് സിങ്ക്, ഇതൊരു TPM 3116 D2 എന്നുള്ള ക്ലാസ് ഡി ആംപ്ലിഫയർ ബോർഡാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ അതിനൊരു ചെറിയൊരു കേസ് പോലെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ കേസിൽ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് 50 വാട്ട് 2 ചാനലും 100 വാട്ട് സബ് വൂഫറും, ട്രബിൾ, ബാസ് റെഗുലേഷൻ, 2.1 ചാനൽ പവർ ആംപ്ലിഫയർ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടോപ്പ് കവറാണിത്. ഈ ഒരു കവറിൽ നമുക്കതിൻ്റെ സ്പീക്കർ കണക്ഷൻ, ബ്ലൂടൂത്ത്, 12 വോൾട്ട് കണക്ട് ചെയ്യുന്നത്, ഓക്സ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ സബ് വൂഫർ, അതിൻ്റെ ഫ്രീക്വൻസി, വോളിയം അതൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. മെയിൻ കൺട്രോളിൻ്റെ മൈനസും പ്ലസ്സൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും അതിൻ്റെ ടോപ്പും ബോട്ടം കവറാണ്. പിന്നെ അതിൻ്റെ കൂടെ കിട്ടുന്നത് ഇതിലെ കുറച്ച് നോബുകളും അതിൻ്റെ ഒരു സ്ക്രൂ ഡ്രൈവറും, പിന്നെ ഈ ഒരു കണക്ടർ, അതായത് നമുക്ക് ഈ പ്ലസ് മൈനസ് കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ടർ കിട്ടുന്നുണ്ട്. പിന്നെ ഈ സ്പേസർ, അതായത് ഈ 2 മെറ്റൽ പ്ലേറ്റ് അതിലേക്ക് ഫിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസർ അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു കാറ്റലോഗ് പോലെ വരുന്നത്. ഇതിൽ ഇങ്ങനെയാണ് നമ്മുടെ ആംപ്ലിഫയർ അസംബിൾ ചെയ്യുമ്പോൾ വരുന്നത്. അതിൻ്റെ നോബുകൾ, അതിൻ്റെ കണക്ടർ എല്ലാം കറക്റ്റായിട്ട് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് എല്ലാം ഇതിൽ ഈ ഒരു കാറ്റലോഗിൽ വരുന്നുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷനിൽ പറയുന്നത് 2.1 ചാനൽ ബ്ലൂടൂത്ത് ആംപ്ലിഫയർ വേർഷൻ 5, ഓക്സ് ബ്ലൂടൂത്ത് ഉണ്ട്, 2.1 ചാനലാണ്, TPM 3116 D2, 12 മുതൽ 24 വോൾട്ട് വരെ 5 അതിൽ കൂടുതലോ ആംപിയർ കൊടുക്കാൻ പറ്റും. മാക്സിമം 24 വോൾട്ടാണ് അതിൻ്റെ ഇത് പറയുന്നത്. പിന്നെ 20 മുതൽ 100 വാട്ട് വരെയുള്ള 4 to 8 ohms സ്പീക്കർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ലെഫ്റ്റ് റൈറ്റ് ചാനൽ 50 വാട്ടും സബ് വൂഫർ 100 വാട്ടും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓവർ വോൾട്ടേജ്, അണ്ടർ വോൾട്ടേജ്, ഓവർ ഹീറ്റിംഗ്, DC ഡിറ്റക്ഷൻ, ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ എന്നുള്ള ഫംഗ്ഷനൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഈ കാറ്റലോഗിൽ വരുന്നത്. ഇതിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്, കറക്റ്റായിട്ട് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു 2.1 ബോർഡിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത്. അതിലേക്ക് ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളത് ഒരു 12 വോൾട്ടിൻ്റെ ഒരു SMPS ആണ്. 24 വോൾട്ടിൻ്റെ SMPS കൊടുത്താൽ കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു SMPS വെച്ചിട്ട് നമുക്ക് ബ്ലൂടൂത്തായിട്ടൊന്ന് പെയർ ചെയ്തിട്ട് എന്തൊരു പവർ എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ഫോണായിട്ട് ജസ്റ്റ് ഇതൊന്ന് പെയർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 8 ഇഞ്ചിൻ്റെ 2 സ്പീക്കറും 12 ഇഞ്ചിൻ്റെ സബ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട്, അതും 12 വോൾട്ടാണ് കൊടുത്തിരിക്കുന്നത് നോക്കണം. 12 വോൾട്ട് 10 ആംപിയർ SMPS ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ചെറിയ പവറിൽ തന്നെ നല്ല റിസൾട്ട് ഇത് തരുന്നുണ്ട്. നല്ല ക്വാളിറ്റി റിസൾട്ടാണ്. ഓവർ ഹീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ഹീറ്റായിട്ടില്ല. ഇതുവരെ ഇപ്പോൾ 12 ഇഞ്ച് സബ്ബും 2 8 ഇഞ്ചിൻ്റെ സ്പീക്കർ വർക്ക് ചെയ്തിട്ട് പോലും ഇത് ഇതുവരെ ഹീറ്റായിട്ടില്ല. അപ്പോൾ അത് കുറച്ച് ടൈം എടുത്താലും ചെറിയൊരു ഹീറ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ക്ലാസ് ഡി ആംപ്ലിഫയറുകൾ തന്നെ മാക്സിമം എഫിഷ്യൻസി തരുന്ന ആംപ്ലിഫയറുകളാണ് ക്ലാസ് ഡി ആംപ്ലിഫയർ.
അയച്ചിരുന്നതാണ്. ഇതിൽ ഈ ഓക്സ് വഴി നിങ്ങൾക്ക് എക്സ്ട്രാ ഓഡിയോ കണക്ഷൻ, അതായത് ഒരു ബ്ലൂടൂത്ത് വേണമെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഓക്സ് വഴി നിങ്ങളുടെ ടി വി ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഒരു സ്മാർട്ട് ടി വിക്കൊക്കെ ബ്ലൂടൂത്ത് വഴി തന്നെ ഇപ്പോൾ എല്ലാ സ്മാർട്ട് ടിവിയിലും ബ്ലൂടൂത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ആ ബ്ലൂടൂത്ത് വഴി തന്നെ നിങ്ങൾക്ക് നല്ലൊരു സ്പീക്കർ സിസ്റ്റം വിത്ത് സബ്ബൂഫറും 2 ചാനലൊക്കെ വെച്ച് വർക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ബോർഡ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബോർഡ് ഇഷ്ടമായി ഇതുപോലെ തന്നെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ്. ഇതുവരെ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടിനും വളരെ നേരിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.